റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് നടക്കുന്ന റിക്രൂട്ട്മെന്റ് മനുഷ്യക്കടത്താണെന്ന് വ്യക്തമാക്കി രക്ഷപ്പെട്ടെത്തിയ കൊല്ലം സ്വദേശി CBS ബാബു. തട്ടിപ്പ് നടത്തുന്നവർ കേരളത്തിൽ തന്നെയുണ്ടെന്നും ബാബു വ്യക്തമാക്കി. കേസിൽ NIA വിവരങ്ങൾ തേടിയതായും ബാബു പറഞ്ഞു. ന്യൂസ് മലയാളം വാർത്തയാണ് ജീവനോടെ നാട്ടിലെത്താൻ സഹായിച്ചത് എന്നും ബാബു വ്യക്തമാക്കി. അവരിപ്പം ജയിനിപ്പോൾ ഒരു സർജറി കഴിഞ്ഞിട്ടിരിക്കുക. ഈ ഭാഗത്തെ കണ്ട് ഒരു ബോംബ് അറ്റാക്ക് ഉണ്ടായി. അങ്ങനെ ഒരു സർജറി കഴിഞ്ഞിട്ടിരിക്കുക. ബിനിലിൻ്റെ കാര്യം മരിച്ചുപോയി. ഞങ്ങൾ 6 പേര് ഒരു 2.5 മാസം ഞങ്ങൾ ഒറ്റ റൂമിലായിരുന്നു. അതിൻ്റെ വിഷമം കൊണ്ട് പിന്നെന്താ പറയുക, ഞങ്ങൾക്ക് രക്ഷിക്കാം. പക്ഷെ ആദ്യം തൊട്ട് ഞങ്ങൾ സ്പ്ലിറ്റായിപ്പോയി. അതാണ് വേറൊരു ഇതിൽ പറ്റിപ്പോയത്. ആദ്യമേ തന്നെ ഇവർ പോയി, പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയി തുടങ്ങിയത്. ആദ്യമേ തന്നെ ഇവർ സേഫല്ല, ഫോണും പാസ്പോർട്ടെല്ലാം നഷ്ടപ്പെട്ടു പോയി അവർക്കിത്. പിന്നെ അവർക്കൊരു കോണ്ടാക്റ്റ് നല്ലോണം ചെയ്യാൻ പറ്റിയില്ല. നമ്മളൊക്കെ മാക്സിമം നമ്മൾ നാട്ടിൽ വന്നിട്ട് നമുക്ക് അവർക്ക് റിലീസ് ചെയ്യാൻ പറ്റി. മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്തു. പക്ഷെ എന്നിട്ടും നടന്നില്ല. ഇവിടുത്തെ ജനപ്രതിനിധികൾ ആരായാലും അവർക്കെതിരൊന്നും ചെയ്തിട്ടില്ല. അവരുടെ വീട്ടുകാർ തന്നെ ഇവിടെ വന്ന് തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വന്ന് വണ്ടി കയറി പ്രേമേന്ദ്ര സാറെ കണ്ട് എന്നിട്ടും ഒരു നടപടി എടുത്തിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ സുരേഷ് ഗോപി, കളക്ടർ, നോർക്ക, ഞാൻ തന്നെ പോയി തിരുവനന്തപുരം നോർക്കയിൽ പോയി കണ്ട് സംസാരിച്ചിട്ട് പോലും അവർക്കെതിരെ ഒരു റിലീസിൻ്റെ ഒരു നടപടിയും ആരും എടുത്തിട്ടില്ല. അതാണ് ഇപ്പം മരിക്കാനുള്ള കാരണം. ന്യൂസ് മലയാളം 24 ആണ് നമ്മുടെ കേസ് വൈറലായതും നമുക്ക് അവരിലേക്ക് എത്തിക്കാൻ പറ്റിയതും നിങ്ങൾ കാരണമാണ്. അതിൽ 100 എത്ര പറഞ്ഞാലും നന്ദി പറയാനും അറിയിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ഡൽഹിയിൽ വന്നപ്പോൾ ഞങ്ങളെ 3 പേരെ CBI ചോദ്യം ചെയ്യായിരുന്നു. ഒരു 3 മണിക്കൂറോളം നമുക്ക് അവിടെ CBIക്കാർ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം എത്രാം തീയതി പോയത്, ആരുടെ കൂടെ പോയത്, പിന്നെ അവിടെ ചെന്നിട്ട് എങ്ങനെ നമ്മൾ എത്ര ലക്ഷം രൂപ അവർക്ക് കൊടുത്തു, ഏജൻസിക്ക് കൊടുത്തു, പിന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്, എന്തൊക്കെ മെഷീൻസ് യൂസ് ചെയ്തു, അതെല്ലാം നമ്മളവിടെ ഒരു 3 മണിക്കൂറോളം നമ്മളവിടെ ചോദ്യം ചെയ്തു. അവരടുത്ത് പറഞ്ഞു. ഇപ്പം എന്നെ കൊണ്ടുപോയെന്ന് വെച്ചാൽ എന്നെയും ബിനിൽ ജെയിൻ, ഞങ്ങളെ 3 പേരും കൊണ്ടുപോയത് സിബിയും സന്ദീപായിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോയത്. സിബി ഒരു ബിനിൽ ജെയിൻ്റെ കസിനാണ്. എന്നിട്ട് പോലും അവനൊരു കണ്ണി ചോരയില്ലായ്മയാണ് കാണിക്കുന്നത്. കാരണം വെച്ചാൽ അവൻ്റെ സ്വന്തം കസിൻസ് ആണെന്നുള്ളൊരു ഇതുപോലെ അവന് ഇതില്ല. അപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരു സഹോദരങ്ങളാ അവിടെ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, നീ നമ്മളായാലും പോട്ട് കുഴപ്പമില്ല. പക്ഷെ ആ ഒരു സഹോദരങ്ങളാ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, നീ വരണ്ട, അല്ലെങ്കിൽ നീ നാട്ടിലെവിടെയെങ്കിലും ജോലി നോക്കുന്നേ പറയത്തുള്ളൂ. പക്ഷെ ഇത് പൈസയ്ക്ക് വേണ്ടി മാത്രം അവൻ്റെ സുഹൃത്തുക്കളെ അവൻ്റെ സഹോദരങ്ങളെ കൊണ്ടുപോയിട്ട് ബലിയാടാക്കി എന്നേ നമുക്ക് പറയാനുള്ളൂ. അവനെതിരെ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട്. അവനെതിരെ നിയമത്തിന് മുമ്പേ കൊണ്ടുവരണം. അതാണ് നമ്മുടെ ഇപ്പോൾ ഇത്. മുമ്പോട്ട് തന്നെ പോകും. ചികിത്സയിൽ കഴിയുന്ന ജയൻ കുര്യന്റെ ശബ്ദ സന്ദേശം ന്യൂസ് മലയാളത്തിന്. പരുക്കേറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടക്കുകയാണെന്നും ഇനിയൊന്നും ശരിയാകാൻ പോകുന്നില്ലെന്നും ജയൻ കുര്യന്റെ വാക്കുകൾ. പോയി ചേട്ടാ ഹോസ്പിറ്റലിൽ സർജറി നടക്കുക. കഴിഞ്ഞ ദിവസം യുദ്ധത്തിനിടെ കൊല്ലപ്പെട്ട ബിനിലിനൊപ്പം ഉണ്ടായിരുന്ന ജയൻ കുര്യനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. കൂലിപ്പട്ടാളത്തിലേക്ക് മനുഷ്യക്കടത്ത് നടത്തുന്ന പ്രതികളുടെ ചിത്രം ന്യൂസ് മലയാളം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. സംഭവത്തിൽ ആദ്യ കേസ് കൊരട്ടി പോലീസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ഷമീർ അബ്ദുളുണ്ട് വിശദാംശങ്ങളുമായി. ഷമീർ, പൂർണ്ണമായി ആശ്വസിക്കാനായിട്ടില്ലെങ്കിൽ കൂടി ന്യൂസ് മലയാളത്തിന്റെ വ്യക്തമായ പങ്കിതിലുണ്ട് എന്നുള്ളത് വലിയ ആശ്വാസവും അഭിമാനവും ഒപ്പം സന്തോഷവും തന്നെയാണ്. ഈ തട്ടിപ്പിന് നേരിട്ടിരയായി എന്നുള്ള നിലയ്ക്ക് എന്താണ് ഈ സിബി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ഇതിൽ അതായത് ഈ കണ്ണിയിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള സിബി ഔസേപ്പിന്റെ ചിത്രം കൂടി നമ്മൾ ഇപ്പോൾ പുറത്തുവിടുകയാണ്. സിബി ഔസേപ്പാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കണ്ണി. അതായത് ജയിന്റെ ബന്ധു ആശുപത്രി കിടക്കയിൽ കിടന്ന ജയിൻ പറയുന്നത് തനിക്കിനി ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും, വലിയ അപകടം പറ്റി കിടക്കുകയാണ്, ഇനി എന്നാണ് ഈ മോചനം സാധ്യമാകുന്നതെന്നൊക്കെ അദ്ദേഹം വളരെ ദയനീയമായി പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ബന്ധു ഈ സിബി ഔസേപ്പ് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്, അയാൾ കേരളത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ്. ഇയാൾക്ക് റഷ്യൻ പട്ടാളത്തിലാണ് ജോലി. ഇയാൾ റഷ്യയിൽ നിന്ന് വിവാഹം കഴിച്ച ആളാണ്, റഷ്യൻ പൗരത്വമുള്ള ആളാണ്. അദ്ദേഹത്തിന് ചിത്രം കൂടി നൽകിയാൽ ഒരു പട്ടാള വേഷം ധരിച്ച ചിത്രമാണ്. ആ ചിത്രം കൂടി നൽകേണ്ടതുണ്ട്. അദ്ദേഹമാണ് 3ാമതായി നമ്മൾ പുറത്തുവിടുന്ന ചിത്രം. ഈ 3 പ്രതികളും, അതായത് ഈ തട്ടിപ്പിന് നേതൃത്വം നൽകിയ 3 പേരും കേരളത്തിലെത്തിയിട്ടുണ്ട്. ഇതിൽ ആദ്യ FIR
കഴിഞ്ഞ ദിവസം കൊടകര പോലീസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഇന്ന് കൊല്ലം സ്വദേശി സിബി ബാബു ഇതുമായി ബന്ധപ്പെട്ട കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഈ 3 പേരുടെ പേരുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പരാതി നൽകുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ബിനിൽ മരിച്ചതിന് തൊട്ടു പിന്നാലെ ഡൽഹിയിൽ നിന്നുള്ള NIA വൃത്തങ്ങൾ ഇത്തരത്തിൽ ഈ സിബി ബാബുവിനെ വിളിക്കുകയും അടിയന്തരമായി നിങ്ങൾ ലോക്കൽ പോലീസിന് അല്ലെങ്കിൽ ജില്ലയുടെ ചുമതലയുള്ള സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകണമെന്ന് NIA വൃത്തങ്ങൾ അയാളോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് CBIക്ക് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകാനും ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും വലിയൊരു തട്ടിപ്പ്, അതും 2 ലക്ഷം രൂപ വാങ്ങി ഇലക്ട്രിക് പ്ലംബിംഗ് തുടങ്ങിയ ജോലികൾക്കായി വിദേശത്തേക്ക് കൊണ്ടുപോയവരാണ് ഇത്തരത്തിൽ വലിയ മനുഷ്യക്കടത്തിന് വിധേയമായത്. എന്തായാലും സിബി ബാബു പറയുന്നത് ഇത് വലിയ മനുഷ്യക്കടത്താണ്. ഈ മനുഷ്യക്കടത്തിൽ വലിയ ഭാഗ്യം കൊണ്ടാണ്, അതായത് ന്യൂസ് മലയാളത്തിന്റെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ഇടപെട്ടതിനെ തുടർന്നും അതുപോലെ ന്യൂസ് മലയാളം തുടർച്ചയായ വാർത്ത നൽകിയതിനെ തുടർന്നുമാണ് തങ്ങൾ 3 പേർ, അതായത് അതുതന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ റിക്രൂട്ട്മെന്റ് ഇത് മനുഷ്യക്കടത്ത് തന്നെയാണ് എന്നുള്ളതാണ്. രക്ഷപ്പെട്ട് ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്ന CBS ബാബു പറയുന്നത് ഈ തട്ടിപ്പ് നടത്തുന്നവർ കേരളത്തിൽ തന്നെയാണെന്നും അവരുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെയാണ് ഈ രക്ഷപ്പെട്ടെത്തിയ തട്ടിപ്പിനിരയായ വ്യക്തി വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനിയും അവിടെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതും വലിയ ആശങ്കയായി തുടരുക തന്നെയാണ്. ശരി ശ്രദ്ധിച്ചൊപ്പമുണ്ട്. ഷമീർ തുടരാം. നമ്മൾ തുടർച്ചയായി വാർത്ത നൽകുകയും അതുപോലെ ഓർത്തഡോക്സ് സഭാധ്യക്ഷന്റെ ഇടപെടലും ഒക്കെ തന്നെയാണ് തങ്ങൾ 3 പേരുടെ മോചനം സാധ്യമാക്കിയത്. അപ്പോഴും ബിനിലിന് 6 മാസം പ്രായമുള്ള കുട്ടിയുണ്ട്. ബിനിൽ മുറിയിൽ വെച്ച് പറഞ്ഞു, നിങ്ങളുടെ തൊട്ടു പിന്നാലെ ഞാനും വരും എന്നൊരു ശുഭാപ്തി വിശ്വാസം ആ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. പക്ഷേ ഒരു വിധേനയും ആ ചെറുപ്പക്കാരനെ ഇവിടേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. മറ്റേതോ ഒരു മേഖലയിൽ പോയി അവിടെ വെച്ച് അപകടത്തിൽപ്പെട്ടാണ് ഇത്തരത്തിൽ ഈ ബിനിൽ കൊല്ലപ്പെടുകയും ചെയ്തത്. എന്തായാലും ഇനിയുള്ള ഒരു ജീവൻ അത് ജയിനെയാണ്. ജയിനെ എത്രയും വേഗം ഇന്ത്യയിൽ എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ അത് തൃശ്ശൂരിൽ നിന്നുള്ള ആളാണ് ഈ ജയിനെ പുറത്തേക്ക് എത്തിക്കുക. തൃശ്ശൂരിൽ നിന്നുള്ള ലോക്സഭാംഗമായ സുരേഷ് ഗോപി കാര്യമായി തന്നെ ഇടപെടണം. ആദ്യഘട്ടങ്ങളിൽ ഒന്നും തന്നെ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിട്ട് പോലും തൃശ്ശൂരിൽ നിന്ന് ആ കേന്ദ്രമന്ത്രി ഇതിൽ കാര്യമായി ഇടപെട്ടില്ല എന്നൊരു പരാതിയും ഈ മോചിതരായ ആൾക്കാർക്കുണ്ട്. എന്തായാലും ഈ സിബി ബാബു, അതായത് സിബി ഔസേപ്പ്, അതായത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് സിബി ഔസേപ്പാണ് ഇവരെല്ലാം വീഡിയോ കോൾ വഴി വിളിച്ച് ഇത്തരത്തിൽ ഈ ഒരു റിക്രൂട്ട്മെന്റിലേക്ക് കൊണ്ടുപോവുകയും റഷ്യൻ പട്ടാളത്തിലെ ഇയാൾ ജോലിക്കാരനാണ്. ഇയാൾ റഷ്യയിൽ നിന്ന് വിവാഹം കഴിച്ച ആളാണ്. തുടർന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഇന്ത്യൻ എംബസി അടക്കം ഇടപെട്ട് ഇത്തരത്തിലൊരു മനുഷ്യക്കടത്ത് കൂലിപ്പട്ടാളത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ 3 പേരും റഷ്യയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കേരളത്തിൽ എവിടെയോ ഇവർ ഒളിവിൽ കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ എത്രയും വേഗം പിടികൂടാനുള്ള നടപടിക്രമങ്ങൾ പോലീസ് നടത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. അതുമായി ബന്ധപ്പെട്ടാണ് കൊടകര പോലീസ് സന്തോഷ് ഷൺമുഖന്റെ പരാതിയിൽ FIR രേഖപ്പെടുത്തുകയും ചെയ്തത്. ഇന്ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇതുമായി ബന്ധപ്പെട്ട് സിബി ബാബു, അതായത് മോചിതനായ സിബി ബാബു, നമ്മളോട് പ്രതികരിച്ച സിബി ബാബു കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകും. ബിനിലിന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ NIA വൃത്തങ്ങൾ, ഡൽഹിയിൽ നിന്നുള്ള NIA സംഘം ഇദ്ദേഹത്തെ ഫോണിൽ വിളിക്കുകയും ഉടൻ തന്നെ നിങ്ങൾ ലോക്കൽ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുകയും ചെയ്യണമെന്നാണ് അവർ നിർദ്ദേശിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു പരാതി ഇന്ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകുന്നത്. ഏതായാലും വലിയൊരു മനുഷ്യ തട്ടിപ്പ്, അതും സിബി ബാബുവിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവായ ജയിനെ പോലും 2 ലക്ഷം രൂപ, സിബി ഔസേപ്പിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവായ ജയിനെ പോലും 2 ലക്ഷം രൂപ വാങ്ങി ഇലക്ട്രിക് പ്ലംബിംഗ് വിസയിൽ കൊണ്ടുപോയി അദ്ദേഹം ഷെല്ലാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മോസ്കോയിലെ ഒരു ആശുപത്രിയിൽ കഴിയുകയാണ്. അദ്ദേഹത്തിന്റെ മോചനം, അദ്ദേഹത്തിന് പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഇനി ഈ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല, ഇനിയൊന്നും ശരിയാകാനൊന്നും പോകുന്നില്ല എന്ന എല്ലാ പ്രതീക്ഷയും മറ്റാണ് ജെയിൻ പറയുന്നത്. ഈ ജെയിനെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് എത്തരത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്, എങ്ങനെയാണ് അതിന്റെ ഇടപെടലുകൾ? ഒപ്പം തന്നെ ഈ ജെയിൻ നിലവിൽ ആരുടെ സംരക്ഷണയിലാണ്?
അതായത് ബിനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ വിദേശകാര്യ മന്ത്രാലയം ഇതിൽ കാര്യമായ ഇടപെടൽ നടത്തിയെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത് ഇപ്പോൾ ഈ അപകടത്തിൽ പരിക്കേറ്റ ജെയിനെയും അതുപോലെ തന്നെ ബിനിലിന്റെ മൃതദേഹവും അടിയന്തരമായി ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയും ചെയ്തു. എന്തായാലും ഈ ഒരു മോചനം മോസ്കോയിൽ എവിടെയാണ് ജെയിൻ ഉള്ളത് എന്ന കാര്യത്തിൽ ഇന്ത്യൻ എംബസി ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. മോസ്കോയിൽ ഏതോ ഒരു ആശുപത്രിയിൽ ഇയാൾ ചികിത്സയിലാണ്. ഇയാളുടെ കയ്യിൽ ഫോണില്ല, പാസ്പോർട്ടില്ല, അങ്ങനെ മറ്റ് രേഖകളൊന്നും തന്നെ ഇല്ല എന്നാണ് ഇന്ന് നമ്മളോട് പ്രതികരിച്ച സിബി ബാബു പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഈ സ്കാമിംഗ് ഇപ്പോഴും നടക്കുന്നു ഇന്ത്യയിലെ വിവിധ ഭാഗത്ത്. CBI ഇന്ത്യയിൽ 3 കേസുകൾ ഇന്ത്യക്ക് പുറത്ത് നടന്ന ഇത്തരത്തിൽ ഇന്ത്യക്കാരെ ഇത്തരത്തിൽ ഇവിടത്തേക്ക് മനുഷ്യക്കടത്ത് കൂലിപ്പട്ടാളത്തിലേക്ക് മനുഷ്യക്കടത്ത് നടന്ന കേസിൽ CBI 3 കേസുകൾ ഇന്ത്യക്ക് പുറത്ത് നടന്ന 3 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും NIAയുടെ നിർദ്ദേശപ്രകാരം കേരള പോലീസിന് ഇന്ന് സിബി ബാബു പരാതി നൽകും. കേരള പോലീസ് FIR ഇടുന്നതനുസരിച്ച് ഈ പ്രതികളെ കേരള പോലീസും സമാനമായി അന്വേഷിക്കും. ഈ 3 പേരും ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തി മലയാളികളെ അവിടെ കൂട്ടമായി എത്തിച്ച ഈ 3 പേരും കേരളത്തിൽ തന്നെയുണ്ട്. അവർ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതുതന്നെയാണ് ഈ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. 3 പേർ, മലയാളികളായ 3 പേരാണ് ഈ സംഘം, ഈ മനുഷ്യക്കടത്തിന് പിന്നിൽ. അവർ തന്നെയാണ് ഈ ആളുകളെ റിക്രൂട്ട്മെന്റ് നടത്തി പുറത്തേക്ക് എത്തിക്കുന്നത്. ഇത് വലിയ മനുഷ്യക്കടത്താണ് എന്നുള്ളത് തന്നെയാണ് ഈ പുറത്തെത്തി രക്ഷപ്പെട്ടെത്തിയ കൊല്ലം സ്വദേശിയായ CBS ബാബുവാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ പറയുന്നത്. കൊടകര പോലീസ് അടക്കം FIR രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷണം വിശദമായി തന്നെ പുരോഗമിക്കുന്നുണ്ടൊപ്പം അവിടെ കഴിയുന്ന ജെയിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമായ ഇടപെടലുകൾ ഈ ഘട്ടത്തിൽ നടത്തുന്നുണ്ട് എന്നുള്ളതും വലിയ ആശ്വാസമാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷമീർ അബ്ദുൾ കൊല്ലത്ത് നിന്ന്.